കാസർഗോഡ് പെരിയ ചാണവളപ്പ് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നടന്ന തെയ്യംകെട്ട് മഹോത്സവത്തിൽ ദർശനം തേടിയെത്തിയത് പതിനായിരങ്ങളാണ്. 15 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ശിവചൈതന്യമായ വയനാട്ടുകുലവന്റെ തെയ്യംകെട്ട് മഹോത്സവം നടന്നത്. ശൈവാംശ സ്വരൂപങ്ങളായ കോരച്ചൻ കണ്ടനാർക്കേളനീശ്വരൻ വയനാട്ടുകുലവൻ തെയ്യങ്ങൾ തിരുനർത്തനം ചെയ്ത് ഉറഞ്ഞാടിയ തെയ്യംകെട്ട് മഹോത്സവം ദർശനം തേടിയെത്തിയ പതിനായിരങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നാടിന്റെ മഹോത്സവമായി മാറി. കണ്ടനാർക്കേളനീശ്വരന്റെ വെള്ളാട്ടം പുറപ്പാട് സമയം അഭൂതപൂർവമായ തിരക്കായിരുന്നു തെയ്യംകെട്ട് മഹോത്സവം നടന്ന പെരിയ ചാണവളപ്പ് തറവാട്ടിൽ. നിയന്ത്രിക്കാൻ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. ശ്രുതിക്ക് അടിയന്തരമായ അറിയിപ്പ്. കാഴ്ചാ സംഘങ്ങൾ കടന്നു വരുന്ന വഴിയിൽ യാതൊരു കാരണവശാലും നിറഞ്ഞാടുന്ന ചാണവളപ്പ് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് അഗ്നിപ്രവേശം ചെയ്തിരിക്കുന്നു. ശ്രീ കണ്ടനാർക്കേളൻ ദൈവത്തിന്റെ വെള്ളാട്ടം പരിപൂർണമായും സ്വിച്ച് ഓഫ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശിവപാർവതിമാർ വേടരൂപം പൂണ്ട് വേട്ടയ്ക്കെഴുന്നള്ളിയ കാലം ഭഗവാന് മധുപാനം നടത്താനായി ശ്രീ മഹാദേവന്റെ തൃത്തുടയിൽ പിറവികൊണ്ട പുത്രനാണ് വയനാട്ടുകുലവനെന്ന് ഐതിഹ്യം. ശ്രീകൈലാസത്തിൽ നിന്നും വയനാട്ടിലെത്തി മലനാട്ടിലേക്ക് എഴുന്നള്ളിയ ശിവപുത്ര ചൈതന്യത്തെ തറവാട് ദേവസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആരാധിക്കുന്നത്. ജില്ലയിൽ ഈ വർഷത്തെ ആദ്യ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവമാണ് പെരിയയിൽ നടന്നത്. വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ ചൂട്ടൊപ്പിക്കൽ ചടങ്ങോടെയായിരുന്നു 3 ദിവസം നീണ്ട വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം സമാപിച്ചത്. അമൃത ന്യൂസ്, കാസർഗോഡ്.